ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ടുകൾ ഒന്നിന്റെ നിർമ്മാണത്തിനൊരുങ്ങുകയാണ് ഇപ്പോൾ ഇന്ത്യ. 2020 ഉദ്ധവ് താക്കറെ തള്ളിക്കളഞ്ഞ പദ്ധതിയായിരുന്നു മഹാരാഷ്ട്രയിലെ വധാവൻ തുറമുഖ നിർമ്മാണം. എന്നാൽ ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ട് രാജ്യത്തിന്റെ വളർച്ചയും ജോലി സാധ്യതയും മുന്നിൽ കണ്ട് ലോകത്തെ ഏറ്റവും മികച്ച 10 തുറമുഖങ്ങളിൽ ഒന്നായി ഇന്ത്യയുടെ ഈ തുറമുഖത്തെ മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. തുറമുഖം പൂർത്തിയാകുന്നതോടെ രാജ്യത്തെ ഏറ്റവും ആഴമേറിയ തുറമുഖങ്ങളിൽ ഒന്നാകും ഇത്. മഹാരാഷ്ട്രയിലെ മൂന്നാമത്തെ വലിയ തുറമുഖമാണ് വധാവൻ. മുംബൈ പോർട്ട്, ജവഹർലാൽ നെഹ്റു പോർട്ട് എന്നിവയാണ് മറ്റ് 2 പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ. 1997 വധാവൻ തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആദ്യമായി ആരംഭിക്കുന്നത്. എന്നാൽ പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഈ ചർച്ചകൾ മുന്നോട്ട് പോയില്ല. പിന്നീട് 2015 മാത്രമായിരുന്നു തുറമുഖ ചർച്ചകൾ വീണ്ടും സജീവമായത്. സാഗർമാല പദ്ധതിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വധാവൻ ചർച്ചകൾക്ക് അന്ന് തുടക്കം കുറിച്ചത്. തുറമുഖ വികസനത്തിലൂടെയും ചരക്ക് നീക്കത്തിലൂടെയും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് സാഗർമാല. തുറമുഖങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് നിർണായകമാകുമെന്നതാണ് കണക്കാക്കപ്പെടുന്നത്. തുടക്കകാലത്ത്, അതായത് 97 വധാവൻ പദ്ധതി മുന്നോട്ട് വെച്ച കാലത്ത് ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധമുയർന്നിരുന്നു. നിർദ്ദിഷ്ട തുറമുഖ നിർമ്മാണ സ്ഥലത്ത് താമസിക്കുന്ന പ്രദേശവാസികളായിരുന്നു ജനകീയ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇത് പിന്നീട് രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് നീങ്ങി. 1997 ശിവസേനയും BJPയും സഖ്യം ചേർന്ന് മഹാരാഷ്ട്ര ഭരിച്ചിരുന്ന കാലത്താണ് വധാവൻ തുറമുഖ ചർച്ചകൾ ആരംഭിച്ചത്. സഖ്യം പിരിഞ്ഞതോടെ ചർച്ചകളും നിലച്ചു. എന്നാൽ വധാവൻ പദ്ധതിയെ ശിവസേന പതിയെ തിരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റി. പാൽഘറിൽ ഉദ്ധവ് താക്കറെ വിഭാഗം അധികാരത്തിലെത്തിയ വധാവൻ തുറമുഖ പദ്ധതി ഇല്ലാതാക്കുമെന്ന് ഇക്കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഉദ്ധവ് വാഗ്ദാനം നൽകിയിരുന്നു. പാൽഘർ ലോക്സഭാ സീറ്റിൽ നിന്ന് മത്സരിച്ച ശിവസേനയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതോടെ ഈ നീക്കങ്ങളെല്ലാം പരാജയപ്പെടുകയായിരുന്നു. മുംബൈയിൽ നിന്ന് 150 കിലോമീറ്റർ ദൂരെയാണ് വധാവൻ തുറമുഖം നിർമ്മിക്കുന്നത്. എല്ലാ കാലാവസ്ഥയും പ്രവർത്തന സജ്ജമാക്കാൻ കഴിയുന്ന ഗ്രീൻഫീൽഡ് ഡീപ് ഡ്രാഫ്റ്റ് തുറമുഖമാണിത്. 2024 ജൂൺ മാസത്തിലാണ് പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ 76 കോടി രൂപ ചെലവിടുന്ന തുറമുഖത്തിന്റെ നിർമ്മാണം പൂർത്തിയായ രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖമായി വധാവൻ മാറും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 13ാമത് തുറമുഖമായിരിക്കും ഇത്. കൂടാതെ ഇന്ത്യയുടെ അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തിനായി അനന്തമായ സാധ്യതകളാണ് വധാവൻ തുറമുഖ പദ്ധതി തുറന്നിടുന്നത്. ഇന്ത്യ, പശ്ചിമേഷ്യ, യൂറോപ്പ് വ്യാപാര ഇടനാഴി, ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് കോറിഡോർ സമുദ്ര വ്യാപാരത്തിന്റെയും ഗേറ്റ്വേ ആയാണ് വധാവൻ തുറമുഖം പ്രവർത്തിക്കുക. ഈ മേഖലകളിലേക്ക് നേരിട്ട് ബന്ധം പുലർത്താൻ വധാവൻ തുറമുഖത്തിലൂടെ സാധിക്കും. ഗൾഫ്, യൂറോപ്പ്, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള ചരക്ക് ഗതാഗതം സുഗമമാക്കുന്ന അറബിക്കടലിലെ പ്രധാന ഹബ്ബായി വധാവനെ മാറ്റാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുടെ തുടക്ക പോയിന്റ് എന്ന നിലയിൽ വധാവനിലെ തുറമുഖം യൂറോപ്പ്, ഗൾഫ് മേഖലയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര സാധ്യതകൾ വർദ്ധിപ്പിക്കും. മധ്യേഷ്യയുമായും റഷ്യയുമായും വ്യാപാരം നടത്തുന്നതിനുള്ള ഇന്ത്യയുടെ ചെലവുകളും കുറയും. കൂടാതെ ഈ പദ്ധതിയിലൂടെ 12 ലക്ഷം തൊഴിലവസരങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഏതായാലും 2039 തുറമുഖത്തിന്റെ അവസാന ഘട്ടവും പൂർത്തിയാകുന്നതോടെ വധാവൻ തുറമുഖം ഇന്ത്യയുടെ മുഖച്ഛായ തന്നെ മാറ്റുമെന്നതിൽ ഒരു തർക്കവുമില്ല.